കോട്ടയം ജില്ലയിൽ മുടങ്ങിക്കിടക്കുന്ന തോക്ക് ലൈസൻസ് അപേക്ഷകൾ വേഗത്തിൽ അനുവദിക്കാൻ നിർദ്ദേശം. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ തോക്ക് ലൈസൻസ് അനുവദിക്കാത്തതിനെതിരെ ന്യൂസ് മലയാളം വാർത്ത നൽകിയിരുന്നു. കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ വെടിവെക്കാൻ ഉത്തരവുണ്ടായിട്ടും വെടിവെക്കാനുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. ഒരു വർഷത്തിലേറെയായി കോട്ടയം ജില്ലയിൽ തോക്ക് ലൈസൻസുകൾ അനുവദിച്ചിട്ടില്ലെന്ന് ന്യൂസ് മലയാളം വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് അടിയന്തരമായി മുടങ്ങിക്കിടക്കുന്ന അപേക്ഷകൾ അനുവദിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. 2024 ഡിസംബർ 28 വരെയുള്ള അപേക്ഷകൾ പരിഗണിച്ചു തുടങ്ങി. കേന്ദ്രത്തിന്റെ പരിശീലനം ലഭിച്ചവർക്ക് കീഴിൽ പരിശീലനം പൂർത്തിയാക്കണമെന്നുള്ള നിബന്ധനയും എടുത്തുകളഞ്ഞു. കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ വളരെ നാളുകളായി ഒരു സങ്കീർണമായ വിഷയമായിരുന്നു തോക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2023 ശേഷമുള്ള ഒരു തോക്ക് ലൈസൻസിന്റെ അപേക്ഷ പോലും സ്വീകരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഡിസംബർ 28 വരെയുള്ള മുഴുവൻ അപേക്ഷകളും പരിഗണിക്കുവാൻ ജില്ലാ ഭരണകൂടം നടപടിയെടുത്തിരിക്കുകയാണ്. ഈ വന്യജീവികളുടെ ശല്യം വലിയ തോതിൽ വർദ്ധിച്ച ഈ സമയത്ത് ജില്ലാ ഭരണകൂടം എടുത്ത ഈ നടപടി ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണപ്രദമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശുപാർശ, പോലീസ് കേസുകൾ ഉണ്ടായിരിക്കരുത്, സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം തുടങ്ങിയവയാണ് തോക്ക് ലൈസൻസ് ലഭിക്കാനുള്ള നിബന്ധനകൾ. കാട്ടുമൃഗങ്ങളെ വെടിവെക്കാൻ ഉത്തരവിടുമ്പോൾ അതാത് പ്രദേശങ്ങൾ പരിചയമുള്ള ആളുകൾ വേണം വെടിവെക്കാൻ. കോട്ടയത്ത് പലയിടത്തും മൃഗങ്ങളെ വെടിവെക്കാൻ ഇടുക്കിയിൽ നിന്നാണ് തോക്ക് ലൈസൻസ് ഉള്ളവർ എത്താറുള്ളത്. ഇത് പലപ്പോഴും ദൗത്യങ്ങൾ പരാജയപ്പെടാൻ കാരണമായിരുന്നു. പെരുവന്താനം, കോരത്തോട്, വണ്ടൻപതാൽ, കണമല, എരുമേലി, പാമ്പാടി, മുക്കൂട്ടുതറ, പൊന്തൻപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വന്യമൃഗശല്യം രൂക്ഷം. ന്യൂസ് മലയാളം, കോട്ടയം.